ഇറാനെതിരെ വീണ്ടും ആക്രമണം ആരംഭിച്ച അമേരിക്ക. സിറിക്, ബന്ദർ അബ്ബാസ് നഗരങ്ങളിലും ഖേഷം ദ്വീപിലും മിസൈൽ ആക്രമണം. ലക്ഷ്യം വെച്ചത് മിസൈൽ സംവിധാനങ്ങളെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും. ഹോർമുസിലെ ആക്രമണത്തിനുള്ള മറുപടിയെന്നും അമേരിക്ക. ഇറാന്റെ മറുപടി ബഹ്റിനിൽ ആക്രമണം തുടങ്ങിയതായി സൂചന. ബഹ്റിനിൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ഭീഷണിയുടെയും പിടിച്ചുപറിയുടെയും കാലം കഴിഞ്ഞുവെന്നും ഇനി കീഴടങ്ങില്ലെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ. ഡൊണാൾഡ് ട്രംപ് ഭീഷണികൾ നിർത്താതെ അന്തിമ കരാറിലെത്താനുള്ള ചർച്ചകൾ ആരംഭിക്കാനാവില്ലെന്നും ഇറാൻ. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ആക്രമിച്ചത് 24 മണിക്കൂറിടെ 3 കപ്പലുകൾ. ഖത്തറിന്റെ LNG ടാങ്കറായ അൽ റഖിയാത്തിന്റെ എഞ്ചിൻ റൂമിൽ തീ പടർന്നു. സൗദിയുടെ ക്രൂഡുമായി പോയ കപ്പലും മിസൈൽ ആക്രമണത്തിൽ തകർന്നു. 3ാമത്തെ കപ്പലിനും തീപിടിച്ചു. ഇറാനോടിടഞ്ഞു ഖത്തർ. ഹോർമുസിൽ ഇറാൻ ആക്രമിച്ചതിൽ ഒന്ന് ഖത്തറിന്റെ കപ്പൽ. കടുത്ത മുന്നറിയിപ്പുമായി ഖത്തർ. ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ സ്വത്ത് നശിപ്പിക്കരുത്. വിശ്വസ്ത രാജ്യമായിരുന്ന ഖത്തറിനെയും വെറുപ്പിച്ചത് ഇറാന് വിനയാകുമെന്ന് വിലയിരുത്തൽ. പാകിസ്ഥാനോട് കട്ടക്കലിപ്പിൽ അമേരിക്ക. പ്രകോപനം അയത്തുള്ള അലി ഖൊമേനിയെ പ്രശംസിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. വെടിനിർത്തൽ ചർച്ചകളിൽ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നതിനെതിരെ കടുത്ത വിമർശനം. രാജ്യം ഇരട്ട വേഷമാണ് കെട്ടുന്നതെന്ന് US സെനറ്റർ. ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി പാക് സൈന്യം. സിന്ധു നദീജലം തടഞ്ഞാൽ സൈനിക നടപടിക്കും മടിക്കില്ല. അസിം മുനീറിന്റെ അധ്യക്ഷതയിൽ കോർ കമാൻഡർമാരുടെ യോഗം. ജലം തടയുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്യുന്നത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കും. ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണിയുമായി ബിലാവൽ ഭൂട്ടോ സർദാരിയും. വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. ഇതുവരെ സ്ഥിരീകരിച്ചത് 3 മരണം. ഇനി കണ്ടെത്താനുള്ളത് 5 പേരെ. ചികിത്സയിലുള്ള 7 പേരിൽ 2 പേരുടെ നില ഗുരുതരം. മുഖ്യമന്ത്രി VD സതീശൻ വയനാട്ടിലെത്തും. ദുരന്തബാധിത മേഖല സന്ദർശിക്കും. വയനാട്ടിൽ റെഡ് അലർട്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലർട്ട്. RSS റൂട്ട് മാർച്ചിന് കർണാടകയിൽ നിയന്ത്രണം. ഇനി സർക്കാരിന്റെ മുൻകൂർ അനുമതി നിർബന്ധം. അനുമതി നൽകണോ വേണ്ടോ എന്ന് ഭരണകൂടം തീരുമാനിക്കും. താൻ മന്ത്രിസ്ഥാനത്ത് തുടരുന്നിടത്തോളം RSSന് പ്രത്യേക പരിഗണനകളൊന്നും ഉണ്ടാകില്ലെന്ന് IT-BT മന്ത്രി പ്രിയങ്ക് ഖാർഗെ. അതിശക്ത മഴയിൽ വിറങ്ങലിച്ച് മുംബൈ. 4 ദിവസം കൊണ്ട് പെയ്തിറങ്ങിയത് 1 മാസത്തെ മഴ. നാസിക്കിൽ 300 മില്ലിമീറ്റർ വരെ മഴയ്ക്കു സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മേഘവിസ്ഫോടനത്തിനും സാധ്യത. PSC മൂല്യനിർണ്ണയ ക്രമക്കേടിൽ ഇന്ന് സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കും. പ്രത്യേക വിജിലൻസ് സംഘത്തെ നിയോഗിക്കാൻ സാധ്യത. വിജിലൻസ് ഡയറക്ടർ മേൽനോട്ടം വഹിക്കും. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി ഇന്ന്. സുഗതനെ 6 മാസം ജയിലിലടയ്ക്കണമെന്ന് കാപ്പ ഉപദേശക സമിതി. തിരുവനന്തപുരം നഗരസഭയ്ക്ക് നിർണായകം. ഇന്തോനേഷ്യയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലേക്ക്. ഇന്ത്യ-ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി ചർച്ച. ആവേശപ്പോരിൽ ഈജിപ്തിനെ കീഴടക്കി അർജന്റീന ലോകകപ്പ് ക്വാർട്ടറിൽ. മെസ്സിപ്പടയുടെ ജയം 2-3 ഗോളുകൾക്ക്. ഷൂട്ടൌട്ടിൽ കൊളംബിയയെ തകർത്ത് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടറിൽ.